ഹലോ ഗൈസ്, മാലൂട്ടേക്കാണ്. ഈ ഒരു ന്യൂസ് എത്ര ആൾക്കാർ കണ്ടു? അതായത് ധർമ്മസ്ഥല കേസിലെ ഗൂഢാലോചന എന്ന ട്വിസ്റ്റ്, വ്ളോഗർ മനാഫിനെ ചോദ്യം ചെയ്യാൻ SIT തിങ്കളാഴ്ച ഹാജരാകാൻ നോട്ടീസ്. അതായത് ഇന്ന് ഹാജരാകാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് വ്ളോഗർ മനാഫിന്. ഞാൻ ഈ ന്യൂസ് കണ്ട സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഈ മനാഫ്. ഓക്കെ, ഇവൻ അവിടെ ഇരുന്ന് കുറേ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഇത് കൊടുക്കുന്നുണ്ടായിരുന്നു ന്യൂസ്. ഓൻ്റെ യൂട്യൂബ് ചാനലിൽ. അതായത് എനിക്കറിയാൻ പാടാത്തൊരു കാര്യമാണ്. ഇപ്പം ഇങ്ങനെ ഒരു ന്യൂസ് യൂട്യൂബ് ചാനലിൽ മീഡിയ ന്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പം മീഡിയനെ എന്താ പറയുക, ഇതാക്കുന്നുണ്ടോ, മീഡിയനെ ഇതിൽ അറസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്ത മീഡിയ എന്നുള്ള ആരെങ്കിലും ഒരാളെ അറസ്റ്റ് ചെയ്യുന്നുണ്ടോ? അവരെ ഇല്ല. അപ്പോൾ ഒരു വ്യക്തിനെ മാത്രം, അതായത് യൂട്യൂബ് ചാനൽ യൂട്യൂബ് വഴിയാണ് എന്ത് ചെയ്തുള്ളത്, ഓരോ ന്യൂസ് പുറത്ത് കൊണ്ടുവന്നുള്ളത്. അതേപോലെ തന്നെ പിന്നെ ഒരുപാട് ന്യൂസ് ചാനലുകൾക്കും വേണ്ടി ഇയാൾ എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവർ വന്ന് ചോദിച്ച സമയത്തൊക്കെ. അപ്പോൾ എന്താ പറയുക, എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ ഇവന എന്താ പറയുക, ഗൂഢാലോചനകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അറിയാലോ, കേസ് ഒരു ഫേക്കാണെന്ന് കണ്ടുപിടിച്ച് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തു, കള്ളപ്രചാരണം ചെയ്ത ആൾക്കാരെയൊക്കെ അവന്മാർ പൊക്കി തുടങ്ങി. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ എന്താ പറയുക, ഇവന് എന്താണ് ഇതിലുള്ളതെന്ന് എനിക്കറിയാൻ പാടില്ല. അതിൻ്റെ ഒരു ഗൂഢാലോചന ചെയ്യാൻ മാത്രം ഇവന് എന്താണ് ആ ഒരു സ്ഥലത്ത് ഉദ്ദേശമുള്ളത്, അല്ലെങ്കിൽ എന്താ ഗവൺമെന്റിനെ താഴെ ഇറക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. സംഭവം ഇവന് ബ്ലോഗ് ചാനൽ തുടങ്ങി അപ്പോൾ ഒന്ന് ആളാകാൻ വേണ്ടിയിട്ടൊന്ന് ഫെയിം ആവാനൊക്കെ വേണ്ടിയിട്ട് തുടങ്ങിയ പരിപാടിയാണ്. പക്ഷെ ഇതിങ്ങനെയാകുമെന്ന് ചിലപ്പോൾ ആൾ വിചാരിച്ച് കാണില്ല. എന്താണേലും നമുക്ക് എന്താകും എന്നുള്ളത്. കാരണം ധർമ്മസ്ഥലം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, അത് ഒന്നെങ്കിൽ ചെയ്ത് അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ നീതി ഇനി ഒരിക്കലും കിട്ടൂല. അതൊന്നാമത്തെ കാര്യം. അതല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇത് ഫേക്ക് അതാക്കിയമാരൊക്കെ ഉള്ള പണി കൊടുക്കും, 100% ഉറപ്പാണ്. ഈവൻ എന്താ പറയുക, ഒരു BJP കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ പോലും അതിന് മാത്രം വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല അവിടെ. കർണാടക കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, ഓക്കെ ഫൈൻ. പക്ഷെ എന്നാലും BJP ആണെങ്കിൽ പോലും വലിയൊരു ഇമ്പോർട്ടൻസ് അവിടെ ഈ ഒരു ന്യൂസിന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം.